ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മലബാർ ഐറ്റമായ തരിപ്പോള എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ: 4 മുട്ട, 6 ടേബിൾ സ്പൂൺ മൈദ, 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1 നുള്ളി ഏലക്കാപ്പൊടി, 1 നുള്ളി ഉപ്പ്. മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കാം. ഇപ്പോൾ പഞ്ചസാരയും എഗ്ഗും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി എടുത്തു വെച്ച മൈദ ചേർക്കണം. അപ്പോൾ നേരത്തെ എടുത്തു വെച്ച 6 ടേബിൾ സ്പൂൺ മൈദയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അല്പം ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തരിപ്പോള ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റണം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത്. ഇനി ഇതുപോലെ അല്പം ബട്ടർ തടവി കൊടുക്കാം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തരിപ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.